കൊച്ചിയിൽ നിന്ന് ഉമേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയേണ്ടതുണ്ട്. ഉമേഷ്, ഇന്ന് എത്ര സർവീസുകളാണ് ഇന്നലെ രാത്രി വൈകിയും ഇന്നുമൊക്കെ ഇനി റദ്ദാക്കാൻ വേണ്ടി പോകുന്നത്? മനു, നിലവിലെ വിവരമനുസരിച്ച് ഇന്നിപ്പോൾ ഒരു ആഭ്യന്തര സർവീസ്, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ആഭ്യന്തര സർവീസ് മാത്രമാണ് റദ്ദാക്കിയതായി വിവരമുള്ളത്. അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയതായി ഈ പറയുന്നത്. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമല്ല, എയർ ഇന്ത്യയുടെ വിമാനം. അങ്ങനെ എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും 2 വിമാനങ്ങൾ, അത് രണ്ടും കൊൽക്കത്തയിലേക്കുള്ളതാണ്. ഈ 2 വിമാനങ്ങളാണ് റദ്ദാക്കിയതായി ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ ഒരു ആഭ്യന്തര സർവീസ് മാത്രമാണ് ഇന്ന് റദ്ദാക്കിയതായി ഔദ്യോഗികമായി വിവരം ലഭിച്ചിരിക്കുന്നത്. ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിപ്പോൾ അവർ അറിയിപ്പ് നൽകിയതാണ്. ഇനി അറിയിപ്പ് നൽകാതെ എത്ര എണ്ണം റദ്ദാക്കും എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയം. അതെ, ഇന്നലെ റദ്ദാക്കിയത് ചില വിമാനങ്ങൾ, അതായത് ഇന്നലെ പുലർച്ചെ 2 മണിക്ക് 2:05 പോകേണ്ടിയിരുന്ന ഷാർജയിലേക്കുള്ള വിമാനം അടക്കം റദ്ദാക്കിയിരുന്നു. ഇന്നിപ്പോൾ ആ വിമാനം പോയിട്ടുണ്ട്, 2:05 തന്നെ അത് പോയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ബഹ്റിൻ, ദമാം എന്നിവിടങ്ങളിലേക്കൊക്കെയുള്ള ബഹ്റിൻ, ദമാം, മസ്കറ്റ് എന്നിവിടേക്കുള്ള വിമാനങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൽ പലതും സെക്യൂരിറ്റി ചെക്ക്, അതായത് പുറപ്പെടുന്നതിന് മുമ്പുള്ള പരിശോധനകളൊക്കെ നടക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിപ്പ് ലഭിക്കുന്നത്. 8 മണിക്കും 8:50 രാവിലെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആ വിമാനങ്ങളെല്ലാം പോകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉണ്ടായതുപോലെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം നെടുമ്പാശ്ശേരി വിമാനത്തലത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അറിയേണ്ടത് ഉച്ച കഴിഞ്ഞുള്ള പല വിമാനങ്ങളുമുണ്ട്. ഈ തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മറ്റ് പല വിമാനങ്ങളും, ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തന്നെ വിമാനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം 2:50 വൈകിട്ട് 6 മണിയോടെ ഒക്കെയുള്ള ഷെഡ്യൂളുകളുണ്ട്. അവയൊക്കെ ഷെഡ്യൂൾഡ് എന്ന് മാത്രമാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അത് റദ്ദാക്കുമോ ഇല്ലേ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഏതായാലും രാവിലെ പോകേണ്ട വിമാനങ്ങൾ പുറപ്പെടുന്നു. 2:05 പോയ വിമാനം പുറപ്പെട്ടു. മറ്റ് വിമാനങ്ങൾ പുറപ്പെടും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ഔദ്യോഗികമായി റദ്ദാക്കിയതായി അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഈ കൊൽക്കത്തയിലേക്കുള്ള ആഭ്യന്തര സർവീസാണ്. അത് റദ്ദാക്കി എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെയാണ് വലിയ തരത്തിൽ ഈ റദ്ദാക്കൽ യാത്രക്കാരെ വലിയ തരത്തിൽ ബാധിച്ചത്. 4 വിമാനങ്ങളാണ് ഒറ്റയടിക്ക്, 4 വിദേശ വിമാനങ്ങൾ, അതായത് ഗൾഫിലേക്കുള്ള 4 വിമാനങ്ങൾ റദ്ദാക്കുകയും ഒപ്പം ആഭ്യന്തര സർവീസും റദ്ദാക്കുകയൊക്കെ ചെയ്തു. അത് വലിയ തരത്തിൽ യാത്രക്കാരെ ബാധിച്ചു. ഈ പറഞ്ഞതുപോലെ പലരും ജോലിക്ക് എത്തേണ്ടതായിരുന്നു, പലരുടെയും വിസ കാലാവധി കഴിഞ്ഞവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെയാണ് ഇന്നലെ ഏറെ വലച്ചത്. ഇന്നും സമരം പിൻവലിച്ചതായി അറിയിപ്പില്ലെങ്കിലും ഒരു വിമാനം പോയതായി പറയുന്നുണ്ട്. മറ്റു വിമാനങ്ങൾ ചാർട്ട് ചെയ്തിട്ടുമുണ്ട്, അത് പുറപ്പെടും എന്ന് പറയുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിയുന്നതോടെ മാത്രമേ ഇനി കൂടുതൽ റദ്ദാക്കലുകളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പോകുമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. മനു. ഉമേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നലെ തുടർച്ചയായി സർവീസുകൾ മുടങ്ങിയപ്പോൾ ആ സർവീസുകളൊക്കെ റീഷെഡ്യൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ യാത്രക്കാർക്ക് വേണമെങ്കിൽ പണം തിരികെ കൊടുക്കുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോകാൻ കഴിയാതിരുന്നവർക്ക് മറ്റു ദിവസങ്ങളിൽ സർവീസ് ക്രമീകരിച്ചിട്ടുണ്ടോ? അതിൽ തീരുമാനം ആയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇനി ആരെങ്കിലും പണം തിരികെ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനുള്ള സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ടോ എയർ ഇന്ത്യ? മനു, ഈ തരത്തിലുള്ള 2 ഓപ്ഷൻസാണ് അവർ നൽകിയത്. ഒന്ന്, പണം തിരികെ നൽകാം, നൽകിയ പണം മുഴുവൻ തിരികെ നൽകാം. രണ്ടാമത്, മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റി നൽകാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ യാത്ര മുടങ്ങിയവരോട് എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം 10, 11, 12 തീയതികളിൽ പകരം ടിക്കറ്റ് നൽകാം എന്നുള്ളതായിരുന്നു. ഒപ്പം ചിലർക്ക് ടിക്കറ്റ് തുക മടക്കി നൽകിയവരുമുണ്ട്. അങ്ങനെ ഉള്ള രീതിയിലാണ് ആ പ്രശ്നം പരിഹരിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ശ്രമം നടത്തിയത്. അത് ചില യാത്രക്കാർ അങ്ങനെ പണം കിട്ടിയതായി പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായൊരു അറിയിപ്പ് കിട്ടാത്ത പല യാത്രക്കാരും ഉണ്ടായിരുന്നു. അത് അവർ ഇന്നലെ തന്നെ പ്രകടമാക്കുകയും ചെയ്തു. അതായത് ഇപ്പോഴും ഈ 10, 11, 12 തീയതികളിൽ യാത്ര ചെയ്യാൻ കഴിയുമോ, അന്നത്തേക്ക് ടിക്കറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ തന്നെ അർജൻറ്റായി പോകേണ്ട നിരവധി യാത്രക്കാരുണ്ട്. അടിയന്തരമായി ഇന്നലെ തന്നെ യാത്ര തിരിക്കേണ്ട പലരും ഉണ്ടായിരുന്നു.
അവരുടെ യാത്ര മുടങ്ങിയതാണ് ഒരു പ്രശ്നം. പകരം ടിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ പണം തിരികെ നൽകുകയോ ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത പലരും ഉണ്ടായിരുന്നു. അവരെയാണ് ഇത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. അല്ലാത്തവർക്ക് പകരം ടിക്കറ്റ് ഈ പറയുന്ന 3 ദിവസങ്ങളിൽ ടിക്കറ്റ് നൽകാം എന്നൊക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞതായി വിവരങ്ങളുണ്ടെങ്കിലും ഔദ്യോഗികമായി എയർ ഇന്ത്യ എക്സ്പ്രസ്സോ ഒന്നും തന്നെ അതിൻ്റെ അറിയിപ്പ് മാധ്യമങ്ങൾക്കോ മറ്റോ നൽകിയിട്ടില്ല. യാത്രക്കാർക്കും അത്തരത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്ന് യാത്രക്കാരിൽ പലരും പറയുന്നുണ്ട്. ചിലരൊക്കെ അത് ഉണ്ടെങ്കിലും പലർക്കും അതിൽ വ്യക്തതയില്ല എന്ന് പറയുന്ന യാത്രക്കാരും ഇന്നലെ ഈ യാത്ര മുടങ്ങിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ശരി, ഏതായാലും ഉമേഷാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.